Hey all, it's me Saja. ഇന്നൊരു ലോങ് വീഡിയോ ആയാലോ? ഇന്ന് വീട്ടിലൊരു സൽക്കാരുണ്ട്. അതന്നെയാണ് ആയിക്കോട്ടെ. നേരെ വെളുക്കാൻ കാത്തുക്കലാണ് ഈ കുഞ്ഞുപൊക്കിരി. ഈ ഓട്ടം ചെന്ന് അവസാനിക്കല് വെല്ലിപ്പാന്റെ അടുത്താണ് കേട്ടോ. നേരെ വെളുത്താൻ നാട്ടിലത്തെ തൊയ്ത്താളെല്ലാം സന്ദർശിക്കലാണ് ഞങ്ങളെ ഹോബി. ഓളം ഞാൻ വെല്ലിപ്പാനെ ഏൽപ്പിച്ച് നേരെ കിച്ചണിലേക്ക് കയറി. അടുക്കളയിൽ കയറിയ ഞാൻ ആദ്യം ചെയ്യുന്ന പരിപാടി ആ ജനൽ തുറക്കണം. ആ പുറത്തത്തെ തണുത്ത കാറ്റൊക്കെ വരുമ്പോൾ ഒരു പോസിറ്റിവിറ്റിയുടെ വരട്ടെ. കയറി വന്നപ്പോൾ ആദ്യം കണ്ടത് നമ്മ ചായക്ക് വെള്ളം വെച്ചതാണ്. അത് വെട്ടി തിളക്കണാണ് പൈക്ക് പൊടിയിട്ട് ദിവസം അങ്ങോട്ട് തുടങ്ങി. ചായ മാത്രമല്ല കടി റെഡി ആക്കണം. അപ്പൊ നമുക്ക് നമ്മളെ പരിപാടി തുടങ്ങാം. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ വീട്ടിലൊരു പരിപാടി ഉണ്ടായിരുന്നില്ലേ, ആ പരിപാടിക്ക് വേണ്ടിയിട്ടുള്ള ഡെസേർട്ടാണ് ഞാൻ ഇപ്പോൾ രാവിലെ തന്നെ ഉണ്ടാക്കുന്നത്. ഇങ്ങനത്തെ പരിപാടികളാണ് ഉമ്മ അധികം ഇന്നെ ഏൽപ്പിക്കൽ. അല്ലെങ്കിൽ ആ കാര്യത്തിലൊക്കെ ഞാൻ സംഭവമാണ്. അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ക്യാരറ്റ് കേസരി കസ്റ്റാർഡ് ആണ് കേട്ടോ. അതിനകത്ത് ക്യാരറ്റ് നല്ല പീൽ ചെയ്ത് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്യുക. ഇതുപോലെ കട്ട് ചെയ്ത് നമുക്ക് മിക്സി ജാറിൽ ഇട്ടാലേ വേഗം അരിഞ്ഞ് കിട്ടിയുള്ളൂ. അങ്ങനെ നമ്മളെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടാ ഈ ഉണ്ടാക്കുന്ന സ്ഥലം അപ്പം ക്ലീനാക്കിയില്ലെങ്കിൽ ഒരു സുഖം ഉണ്ടാവില്ല. ക്യാരറ്റ് ഫുള്ളും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അത് നന്നായിട്ട് കഴുകി നമുക്ക് മിക്സി ജാറിലേക്ക് ഇടാം. അതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് നന്നായിട്ട് അരിച്ചെടുക്കുക. ഞാൻ കുറേശ്ശെ ഇട്ട് നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ആ ക്യാരറ്റ് നമുക്ക് നേരെ കുക്ക് ചെയ്യാൻ വെക്കാം കേട്ടോ. അതിൻ്റെ കൂടെ ഞാൻ വേറൊരു പാത്രം വെച്ചിരിക്കണേ. അത് നമുക്ക് കസ്റ്റാർഡിനുള്ള പാല് തിളപ്പിക്കാം. ഞാനിവിടെ 1 ലിറ്റർ പാല് ഫുള്ള് എടുത്തിട്ടുണ്ട് കേട്ടോ. കൂടെ 2 ഗ്ലാസ് വെള്ളം കൂടി ചേർത്തിട്ടുണ്ട്. നമ്മൾ ക്യാരറ്റ് ഇടക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര, ആവശ്യത്തിനധികം പഞ്ചസാര ചേർക്കുന്നുണ്ട്. പരിപാടിയില്ല, ഒരു മധുരമൊക്കെ ആയിക്കോട്ടെ. ഇത് നന്നായിട്ട് മിക്സാക്കി ആ പഞ്ചസാര ഒന്ന് മെൽറ്റ് ആവട്ടെ. എന്നിട്ട് അതിനുശേഷം കുറച്ച് പാല് അതും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് അടച്ച് വെക്കും. നമ്മൾ ക്യാരറ്റ് ആ പാലിൽ കിടന്ന് നന്നായിട്ട് കുക്കാവട്ടെ. ആ സമയത്ത് നമ്മളെ പാലെല്ലാം ചൂടായി വന്നിട്ടുണ്ടെങ്കിൽ അതിലേക്ക് നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. കൂടെ കണ്ടൻസ് മിൽക്ക് കൂടി ചേർക്കുന്നുണ്ട്. ഇത് ഫ്രിഡ്ജിൽ വെച്ചുകൊണ്ട് കട്ട കുത്തിക്കണം. അപ്പം ഞാൻ അതിലേക്ക് കുറച്ച് ചൂടുള്ള പാൽ വെച്ച് ഒന്ന് മെൽറ്റാക്കി എടുത്താൽ കേട്ടോ. നമ്മളെ ക്യാരറ്റ് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി വെക്കാൻ മറക്കരുത് കേട്ടോ. ആ പാലൊന്ന് തിളച്ചിടങ്ങിയാൽ കുറച്ച് വെള്ളത്തിൽ 2 ടീസ്പൂൺ കസ്റ്റാർഡ് ഇട്ടുകൊണ്ട് ഒന്ന് മിക്സ് ആക്കാം. എന്നിട്ട് അതും കൂടി ഇതിലേക്ക് ഒഴിച്ചെടുത്തിട്ട് കസ്റ്റാർഡ് സാധാ വെള്ളത്തിൽ മിക്സ് ആക്കിയിട്ട് ഒഴിക്കണേ, അല്ലെങ്കിൽ കട്ട കുത്തും. ആ ക്ലിപ്പ് ഉണ്ടെങ്കിലിടോ അത് മിസ്സായിപ്പോയി. ഈ ഒരു കൺസിസ്റ്റൻസി ആയാലും നമ്മൾ കസ്റ്റാർഡ് റെഡി ആയിട്ടോ. ബാക്ക് ടു അവർ കേസരി. ക്യാരറ്റ് കുക്ക് കഴിക്കണമെന്ന് നോക്കി, പക്ഷെ ഇട്ടില്ല. അപ്പോൾ നമ്മൾ ബാക്കി പരിപാടി വെക്കാം. അപ്പുറത്ത് തകൃതിയായ പണിയാണ് കേട്ടോ. മട്ടൻ കുറുമക്കുള്ള പ്രിപ്പറേഷനാണ്. നമ്മൾ ഇന്നത്തെ മെയിനും മട്ടൻ കുറുമയും നെയ്ച്ചോറും ആണ് കേട്ടോ. ചിക്കൻ ബിരിയാണി ഉണ്ട്, അത് നമ്മൾ ഓർഡർ ചെയ്തിട്ട് അത് സമയം പോകും. അപ്പോൾ ഉമ്മാൻ്റെ പണി അവിടെ നടക്കട്ടെ, നമുക്ക് നമ്മളെ പണിക്ക് പോവാം. നമ്മൾ ക്യാരറ്റ് ഏകദേശം കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് ഏലക്ക പൊടിച്ചത്, നമ്മൾ കണ്ടൻസ്ഡ് മിൽക്ക് ഒരു ഹാഫല്ല 3/4 ടീനെ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ശേഷം അതിലേക്ക് ഒരു 1/4 കപ്പ് വറുത്ത റവയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കാം. ആ റവ ഒന്ന് കുക്കായി വരുമ്പോൾ നമ്മൾ ആ ക്യാരറ്റ് മിക്സ് ഒന്ന് തിക്കാവും കേട്ടോ. ഏറ്റവും അവസാനത്തെ സ്റ്റെപ്പാണ് കേട്ടോ. കുറച്ച് നെയ്യിലേക്ക് കാഷ്യൂസ് കട്ട് ചെയ്തും കൂടി ചേർത്ത് വറുത്തെടുത്തിട്ടുണ്ട്. അതും കൂടി അതിലേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ആക്കാം. ലാസ്റ്റ് ചേർക്കുമ്പോഴാണ് നമ്മളെ കേസരിയിൽ ആ ഗീൻ്റെ ആ ഫ്ലേവർ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മളെ ക്യാരറ്റ് കേസരിയും റെഡിയായി. ഇത് കുറച്ച് ആൽമണ്ട്സ് ചെറുതായിട്ട് കട്ട് ചെയ്താണ് കേട്ടോ. സെർവ് ചെയ്യണ നേരത്തെ ഇട്ടുകൊടുക്കാനാണ്. ഇമ്മ മട്ടക്കറി ഉണ്ടാക്കുന്നതിനെ കുറിച്ച് കേട്ടോ പറയണേ. കേൾക്കുന്ന ആൾക്കതിനെ കുറിച്ചൊരു അറിവില്ലെങ്കിലും ചോദിക്കുന്ന ആൾക്കൊരു സമാധാനത്തിനായിട്ട് കേട്ടിക്കല്ല. പിന്നെ അടുത്തത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് BDF കേട്ടോ. നമ്മളെ ബീഫ് ഡ്രൈ ഫ്രൈ. ബീഫ് തലേ ദിവസം ഉപ്പും കുരുമുളകും ഇട്ട് വേവിച്ച് വെച്ചതാണ് കേട്ടോ. അത് നമുക്കിതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഈ ഒരു ലെങ്ത്ത് തിക്നെസ്സും മതിയാവും. അതുപോലെ നമ്മളെ ബാക്കിയുള്ള ബീഫൊക്കെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇനി ബീഫ് നമുക്ക് പൊരിക്കാനൊരു മസാല റെഡിയാക്കി എടുക്കാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ഉപ്പ്, വിനീഗർ, ബീഫ് സ്റ്റോക്ക്, കോൺഫ്ലോർ എല്ലാം ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കാം കേട്ടോ. ഇത് ഫ്രിഡ്ജിൽ നമുക്ക് 1 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഫിഷ് നമ്മൾ നന്നായിട്ട് കഴുകി വെച്ചിട്ടുണ്ട്. അതിനുള്ള മസാല കൂട്ട് ഉമ്മയാണ് കേട്ടോ. ഇത് ഗസ്റ്റിനെ ഞെട്ടിപ്പിക്കാൻ ഒരു സ്പെഷ്യൽ ഡ്രിങ്ക് ആയാലോ. ഇത് ഞാനൊരു സ്ഥലത്ത് പോയപ്പോൾ കുടിച്ചതാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഒരു ദിവസം ഉണ്ടാക്കിക്കണമെന്ന് എന്തായാലും ഞാൻ വിചാരിച്ചില്ല. അപ്പോൾ ആ ഡ്രിങ്ക് ഒന്ന് നമുക്കിത് ട്രൈ ചെയ്തേക്കാം. അപ്പോൾ ഇതിന് മെയിനായിട്ട് വേണ്ടത് നമുക്ക് പൈനാപ്പിളാണ്. അത് 2 ഭാഗമാക്കി ഒരു ഭാഗം ഇതുപോലെ കുനുകുന അരിഞ്ഞ് മറ്റേ ഭാഗം നമുക്ക് ജ്യൂസ് ആക്കാം. ജ്യൂസിന് ഇതാ ഒരു ജാറിലേക്ക് പൈനാപ്പിൾ, പഞ്ചസാര, ആവശ്യത്തിന് വെള്ളം ചേർത്ത് നന്നായിട്ട് അരിച്ചെടുക്കുക. അതൊരു അരിപ്പ് വെച്ചൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്. പൈനാപ്പിൾ ജ്യൂസ് റെഡിയായി. ഇനി അതിലേക്ക് ഒരു ലെമൺ യൂസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ സീഡ് കളയാൻ മറക്കരുത്. ശേഷം അത് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചാൽ പൈനാപ്പിൾ ചേർക്കുന്നുണ്ട്. കൂടെ കുറച്ച് പുതിനയില സോക്ക് ചെയ്ത് വെച്ച് കസ്കസും ചേർത്ത് നന്നായിട്ട് മിക്സ് ആക്കുക. കുറച്ച് നേരം തണുക്കാൻ വേണ്ടി ഫ്രിഡ്ജിൽ വെക്കാം. അപ്പോൾ നമ്മൾ പൈനാപ്പിൾ ഡ്രിങ്ക് റെഡി ആക്കിയിട്ട് എന്തായാലും ട്രൈ ചെയ്ത് നോക്കി. ഉമ്മ
അമ്മത്തെ നെയ്ച്ചോറോടെ റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ്. നമ്മളെ മട്ടൻ കുറുമ ഓൾറെഡി സെറ്റ് ആയിട്ടുണ്ട്. ഈ മട്ടൻ കുറുമ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ചോറും കറിയൊക്കെ ആയി ഞങ്ങൾ നേരെ അടുത്ത പരിപാടിക്ക് നോക്കി. ഈ പോക്കിരികളെ ഒതുക്കലാണ് ഭയങ്കര ടാസ്ക്. കാര്യപ്പെട്ട കുക്കിങ് കാര്യങ്ങളൊക്കെ ഉമ്മയും മൂർത്തിച്ചും കൂടി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനും കൂടി ഇന്ന് വെറുതെ ഓവറാക്കണ്ടല്ലോ, ഞാൻ റൂമും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കാന്ന് വിചാരിച്ച് ഞാൻ ആ പരിപാടി ചെയ്യാൻ നിന്നിട്ടാ. നമ്മളെ വീട്ടിലുണ്ടായത് ഇതേപോലെ വിരുത്തേരി വരുമ്പോൾ മാത്രമാണ് ചവിട്ടി. താഴത്തെ കാര്യങ്ങളൊക്കെ സെറ്റാക്കി ഞാൻ മേലത്തെ റൂമൊക്കെ ഒന്ന് സെറ്റാക്കാൻ പോയി. മേലാരും അങ്ങനെ യൂസ് ചെയ്യലില്ല. അപ്പോൾ എൻ്റെ റൂം മാത്രം ഒന്ന് ജസ്റ്റ് ക്ലീൻ ആക്കി വെക്കാം. അപ്പോഴാണ് ഇങ്ങനെ കണ്ടത്. ഇത് കണ്ടപ്പോൾ പിന്നെ 2 പോസ്റ്റിംഗ് എടുത്തില്ല, അതിന് വിഷമാവൂലേ. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ വാങ്ങിയിട്ട് നല്ല ക്വാളിറ്റി ഉണ്ട്. ഇതിന് മുതലാണെങ്കിൽ നമ്മളാളെത്തണം. ഒരു ഇൻ്റർനാഷണലെങ്കിലും അടിച്ചാൽ ഇത് മുതലാവുള്ളൂ അല്ലേ. ഒരു പരിപാടിയോ ഫംഗ്ഷനോ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഈ അൽമാറിയും തുറന്ന് ഈ നിർത്തം നിൽക്കാത്ത പെൺകുട്ടികൾ വളരെ കുറവാകും. ആ കൂട്ടത്തിൽ ഈ ഞാനും പെടും. അപ്പോൾ ഇന്നെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെ തട്ടിക്കൂട്ടി 2 കൂട്ടം ഒപ്പിച്ചെടുത്തിട്ടുണ്ട്. അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ തിരുമ്പാളത്തി മെഷീനിൽ കൊണ്ടുപോയിട്ടില്ലാണ്. എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു പണിയിൽ ഉൾപ്പെട്ടൊരു പണിയാണ് ഈ തിരുമ്പൽ. ആ പണിയാൻ തീർന്നിട്ട് എല്ലാ പണി തീർന്നു എന്നുള്ളൊരു സമാധാനമാണ് വരിക. ഉപ്പതാ പുറത്ത് ആടിൻ്റെ കൂടെ പുതുക്കി പണിയണ പണിയിലാണ് കേട്ടോ. എൻ്റെ മോളൊരു നാരണ പ്രേമി ആയതുകൊണ്ട് ഇവിടെ ഒരെണ്ണം മസ്റ്റാണ്. ആ പരിപാടി കഴിഞ്ഞ് താഴെ എത്തിപ്പോയേക്കും ഫിഷൊക്കെ ഫ്രൈ ചെയ്യാൻ തുടങ്ങിയാണ് കേട്ടോ. ഫിഷ് മാത്രമല്ല അപ്പുറത്തുമ്പോൾ ബീഫ് റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓർഡർ ചെയ്ത സ്ഥലത്ത് നിന്ന് ബിരിയാണി എത്തിയിട്ടുണ്ട്. അപ്പോൾ കെച്ചപ്പർ ഉണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് സാലഡ് കൂടി ഉണ്ടാക്കിയാൽ സെറ്റാവും. നമ്മൾ പൈനാപ്പിൾ, ക്യാരറ്റ്, സവാള, മുളക് വെച്ചിട്ടൊരു പെട്ടെന്നൊരു സാലഡ് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ചോറുക്കും ബിരിയാണിക്കും ഒറ്റയ്ക്ക് കഴിക്കാൻ ഒരു നല്ല ടേസ്റ്റാണ്. അത് റെഡിയാക്കി ഞാൻ വേഗം ഫ്രഷ് ആകാൻ പോയി. അപ്പോൾ അതിൻ്റെ ആ ഗസ്റ്റൊക്കെ വന്നു തുടങ്ങിയാണ്. എല്ലാവർക്കും ഈ ഡ്രിങ്ക്സ് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. വെറൈറ്റി ആയിട്ട് തോന്നിക്കണം കേട്ടോ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കി. എല്ലാവരും കൂടെ ആയിട്ട് പിന്നെ ഫുഡൊക്കെ നല്ല സെർവ് ചെയ്ത് അൽഹംദുലില്ലാ എല്ലാം നല്ല റാഹത്തായിട്ട് തന്നെ ഒത്തുകൂടി. എല്ലാവരും ഭക്ഷണം കഴിച്ചതിന് ശേഷം ഞാനിതാ ഡെസേർട്ട് സെർവ് ചെയ്യാൻ തുടങ്ങി. ഇതുപോലെ കേട്ടോ ഞാൻ സെർവ് ചെയ്തിരുന്നത്. അവസാനതായി ഡെസേർട്ടോട് കൂടി നമ്മൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ശരി, അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.